യെസ്, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പുരോഗമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൾക്കൂട്ടത്തിന് നേരെ പ്രധാനമന്ത്രി തൻ്റെ കൈകൾ വീശുന്നു. താമര ചിഹ്നമുള്ള ഒരു മുദ്രയുമായി അദ്ദേഹം ആളുകൾക്ക് നേരെ വീശുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരവധി ആളുകൾ പുഷ്പാർച്ചന നടത്താനൊക്കെ പുഷ്പങ്ങളുമായി റോഡിന് ഇരുവശത്തും നിൽക്കുന്നു. പ്രധാനമന്ത്രി അടുത്തെത്തുമ്പോൾ പൂക്കളെറിയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു അസ്തമയ സൂര്യൻ്റെ ആ ഒരു ശോഭ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് റോഡ് ഷോ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ അതിമനോഹരമായി നിൽക്കുന്നു. ഒരു ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതിൻ്റെ ഇരുട്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള റോഡ് ഷോ അത്യന്തം മികച്ച ഒരു വിഷ്വൽ ഇഫക്റ്റാണ് പ്രേക്ഷകർക്ക് നൽകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിൻ്റെ നിമിഷങ്ങൾ ആണ് കടന്നുപോകുന്നത്. BJP സ്ഥാനാർത്ഥികൾ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. നേമത്ത് മത്സരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, വട്ടിയൂർക്കാവിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖ ഉണ്ട്. അതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന BJPയുടെ ജില്ലാ പ്രസിഡന്റ് കരമന ജയനും ആ വാഹനത്തിലുണ്ട്. മുരളീധരൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഉള്ള BJP സ്ഥാനാർത്ഥികൾ കൂടി പ്രധാനമന്ത്രിക്കൊപ്പം ഇതിൽ ഉണ്ട് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ റോഡ് ഷോയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകമായി തയ്യാറാക്കി അലങ്കരിച്ച വാഹനത്തിലാണ് പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. വെള്ളിപ്പാലം മുതൽ ആണ് റോഡ്